ഹലോ, എല്ലാവർക്കും ഇൻഫോഗ്രാഫ്റ്റിൻ്റെ മറ്റൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ്. അധികം ചിലവൊന്നുമില്ലാതെ അധികം സാധനങ്ങളും യൂസ് ചെയ്യാതെ എല്ലാവർക്കും എളുപ്പത്തിൽ ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ് പേപ്പേഴ്സാണ്. അതിപ്പോൾ നമ്മുടെ നോട്ട്ബുക്കിലെ പേജസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് നിങ്ങൾ അധികം ആരും കാണാൻ വഴിയില്ലാത്തൊരു സിമ്പിൾ ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സ്നോഫ്ലേക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ സാധാരണ നോട്ട്ബുക്കിൻ്റെ പേജസാണ് എടുത്തിരിക്കുന്നത്. A4 ഷീറ്റ് പേപ്പേഴ്സും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറാണ് നമുക്ക് ആവശ്യം. 4 സൈഡും ഈക്വൽ ആയിരിക്കണം. അത് നമുക്ക് എത്ര വലുപ്പത്തിലുള്ളത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ നമുക്ക് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറേ പേര് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും പെട്ടെന്ന് കിട്ടാതെ എന്നാൽ ക്രാഫ്റ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമുള്ളവരുണ്ട്. അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അങ്ങനെ നമ്മുടെ സ്നോഫ്ലേക്സ് ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേഷനായിട്ടോ അല്ലെങ്കിൽ വലിയൊരു മാല പോലെയൊക്കെ ചെയ്തെടുത്തിട്ട് വോൾ ഡെക്കറേഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ വൈറ്റ് കളർ ആയ കാരണം ഭംഗി ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കരുത്. ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടുമ്പോൾ ആ ഗ്രീനിൽ വൈറ്റ് എടുത്ത് കാണിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പല ഷേപ്പിലുള്ള സ്നോഫ്ലേക്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് കേട്ടോ. അടുത്തൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പർ വേണമെന്ന് യാതൊരു വിധ നിർബന്ധവും. നമ്മുടെ സാധാരണ നോട്ട്ബുക്കിൻ്റെ പേജസോ അല്ലെങ്കിൽ A4 ഷീറ്റ് വൈറ്റ് പേപ്പേഴ്സോ യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഉള്ള കാരണം മാത്രം ഞാൻ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ, ഒരു ക്രിസ്മസ് ട്രീ ലാറ്റേൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഈ പേപ്പർ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ സ്കെച്ച് പെന്നാണ്. അപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ക്രിസ്മസ് അല്ലേ, അപ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. അവിടെ ഇവിടെയായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാർസും പല വലുപ്പത്തിലുള്ള സ്റ്റാർസൊക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ റെഡ് കളർ സ്കെച്ച് ആവണമെന്നില്ല, കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള സ്കെച്ച് പെൻ യൂസ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് കൊക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബഡ്സ് യൂസ് ചെയ്തിട്ട് ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ലാറ്റേൺ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലാണെന്ന് മാത്രം. ഇതിൻ്റെ മുഴുവൻ ഭാഗത്തും നമ്മൾ സ്റ്റാർ വരച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച്, അതായത് ഇപ്പോൾ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം അത്രയും ഭാഗത്തോടെ ഞാനിവിടെ സ്റ്റാർ വരച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് കോൺ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒപ്പത്തിന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമ്മളത് നിലത്ത് വെക്കുമ്പോൾ വീഴാതെ ഇരിക്കുകയുള്ളൂ. ഈ ഒരു ക്രാഫ്റ്റിന് നമുക്ക് നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതുപോലുള്ള A4 ഷീറ്റ് പേപ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജസോ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മളിതൊരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ലാറ്റേൺ ആക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന LED ലൈറ്റ്സ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഗ്രീൻ കളർ പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ലുക്കിൽ തന്നെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീനാണ്. ഇനി നമുക്ക് ഹോം മെയ്ഡ് കളർ പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചും ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വൈറ്റ് പേപ്പർ ആയാലും കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല, നല്ല ഭംഗിയുണ്ടായിരിക്കും. പിന്നെ മെഴുകുതിരി ഒന്നും കത്തിച്ച് വയ്ക്കാൻ പറ്റില്ല, കാരണം സാധാരണ പേപ്പർ അല്ല, പെട്ടെന്ന് തന്നെ കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യാം. അതിനധികം റേറ്റൊന്നുമില്ല, 10 രൂപ 15 രൂപ റേറ്റിലൊക്കെ നമുക്ക്
ഫാൻസി ഷോപ്പുകളിൽ നിന്നും സ്റ്റേഷനറി ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുറേ കൊച്ചു കൂട്ടുകാരുണ്ട് നമുക്ക്. അപ്പോൾ അവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.